വീണ്ടും ഐ ലവ് യു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ മെമ്മറിയിലില്ലേ? എന്തായിരുന്നു പറഞ്ഞത്? ഐ ലവ് യു. ഐ ലവ് യു എന്ന് പറഞ്ഞാല് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. തിരിച്ച് നിങ്ങൾക്ക് എന്നെ മോനെന്നെ സ്നേഹിക്കത്തില്ലേ? അപ്പോ ഇന്നലെ പറഞ്ഞു ഞാന് നിന്നെ സ്നേഹിക്കുന്നു, അവനെ സ്നേഹിക്കുന്നു, അവളെ സ്നേഹിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാ. അങ്ങനെയാണെങ്കിൽ സ്നേഹിക്കുന്ന ഒരാളെ നമുക്ക് എന്തെന്ന് വേണം വിളിക്കാം? ലവർ. ഓക്കെ, ലവറിനെ വിളിക്കത്തില്ലേ? അപ്പൊ വേണേ പറയാം യു ആർ മൈ ലവർ. നിങ്ങൾ എന്റെ ലവറാണ്. യു ആർ മൈ ലവർ. യു ആർ മൈ ലവർ. ഇവിടെ നമ്മൾ ഐ പറഞ്ഞു, നീ പറഞ്ഞു. യു ആർ മൈ ലവർ എന്ന് പറഞ്ഞാൽ യു ആർ. യു എന്ന് പറഞ്ഞാല് നീ അല്ലെങ്കിൽ നിങ്ങൾ. ആർ ആർ എന്ന് പറഞ്ഞാല് ആവുന്നു, അല്ലെ? ആവുന്നു. മൈ ലവർ എന്താ? എന്റെ ലവറാണ്. മൈ 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 എന്ന് പറഞ്ഞാല് ഇവിടെ എന്താ അർത്ഥം? എന്റെ. ഓക്കെ, ഐ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു? ഐ എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു? ഞാൻ, അല്ലേ? മീ എന്ന് പറഞ്ഞപ്പോ എനിക്ക് നായി. ഇവിടെ എന്റെ എന്ന് പറയണെങ്കില് മൈ. യു ആർ മൈ ലവർ. ഓക്കെ, യു ആർ മൈ വീഡിയോ കട്ടായി പോയാ? യു ആർ മൈ ലവർ. ഓക്കെ, അപ്പൊ മൈ മനസ്സിലായോ? ഐ ഐ എന്ന് പറഞ്ഞു. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാന്ന് പറഞ്ഞു, അല്ലെ? എനിക്ക് എന്ന് പറയണെങ്കില് എനിക്ക് മീ, അല്ലെ? മീ ഇല്ലേ? എന്നെ, എനിക്ക് എന്നൊക്കെ പറയണെങ്കില് മീ. യു ലവ് മീ. മീ എന്നെ സ്നേഹിക്കും. അതുപോലെ മൈ എന്ന് പറഞ്ഞപ്പോ എന്തായി? മൈ എന്ന് പറഞ്ഞാല് എന്റെ നായി. അതുപോലെ ഐ ആം യുവർ ലവർ. അങ്ങനെ പറയത്തില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാന് നിന്നെ സ്നേഹിക്കുമ്പോ യു ആർ മൈ ലവർ, അല്ലേ? യു ആർ എന്റെ ലവറാണ്. ഐ ആം യുവർ ലവർ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ലവറാണ്. ഇവിടെ എന്താ? യുവർ. യുവർ എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ. യു നോക്ക്, യു നമുക്ക് നേരത്തെ പഠിച്ചു. ഐ ലവ് യു യു നമ്മൾ പഠിച്ചു. യു എന്ന് പറഞ്ഞാല് നീ, നിങ്ങൾ, അല്ലേ? നിനക്കെന്ന് പറയണെങ്കില് അത് യു എന്ന് തന്നെ പറഞ്ഞാൽ മതി. പക്ഷെ നിന്റെ എന്ന് പറയണെങ്കില് എങ്ങനെ പറയണം? ഐ ആം യു ലവർ എന്ന് പറയോ? ഇല്ല. നിനക്കെന്ന് പറയണെങ്കില് ഐ ആം യുവർ ലവർ. യുവർ. ഓക്കെ, ഇനി നോക്ക്. ഷീ ഈസ് ഹിസ് ലവർ. ഷീസ്. ഇവിടെ എന്താ? നമ്മൾ ഹീ പഠിച്ചായിരുന്നു. ഹീ എന്ന് പറഞ്ഞാൽ എന്താ? അവൻ, അല്ലേ? ഹീ എന്ന് പറഞ്ഞാല് അവൻ. അവൻ എന്ന് പറയണെങ്കില് ഹിം പഠിച്ചു. അതും പഠിച്ചു, കഴിഞ്ഞ ദിവസം പറഞ്ഞു, അല്ലെ? അവള് അവന്റെ ലവർ ആണെന്ന് പറയണെങ്കില് ഷീ ഈസ് ഹിസ്. എന്താ പറഞ്ഞേ? ഹിസ്. അവന്റെ. അവന്റെ. അവന്റെ എന്ന് പറയണെങ്കില് അവന്റെ എന്ന് പറയണെങ്കില് ഹിസ്. ഹിസ് ലവർ. അങ്ങനെ തിരിച്ചും പറയത്തില്ലേ? ഈസ് അവളുടെ എന്ന് പറയണെങ്കിലോ? അപ്പോ അവളുടെ എന്ന് പറയണെങ്കിലോ? ലവർ. ഹീസ് ഹെർ ലവർ. അപ്പൊ ഇത് മനസ്സിലായോ?
ഐ എന്നുള്ളത് ഞാൻ എന്നാണ്. എനിക്കെന്നാവണെങ്കില് മീനായി അല്ലേ? എന്റെ എന്നാവണെങ്കില് മൈ എന്ന് പറയുന്നു അല്ലേ? ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യൂ. ഷീസ് ഹിസ് ലവർ. അവള് ഹിസ് എന്ന് പറഞ്ഞാല് അവന്റെ ആരാണ്? ലവറാണ്. അവൾ അവന്റെ ലവറാണ്. അപ്പൊ അവന്റെ എന്ന് പറയാൻ നമ്മൾ എന്താ ഉപയോഗിച്ചേ? ഹി ആണോ ഹിം ആണോ? എന്താ? ഹിസ്. അവന്റെ. ഹിസ് എന്ന് പറഞ്ഞാല് അവന്റെ. ഷീസ് ഹിസ് ലവർ. അതുപോലെ തന്നെ ഇനി വേണമെങ്കിൽ he is അവൻ അവളുടെ ലവറാന്ന് പറയത്തില്ലേ? അവൻ he is അവളുടെ. അവൾ എന്നുള്ളതിന് നമ്മൾ വാക്ക് പറഞ്ഞു എന്തായിരുന്നു? ഷീ ആണ് അല്ലേ? അവൾക്ക് എന്നുള്ളത് നമ്മൾ പഠിച്ചു ഹെർ ആണ്. അവളുടെ എന്ന് പറയണെങ്കിൽ he is her lover. He is her lover. ഓക്കെ. ഇനി വേണമെങ്കിൽ റോഹൻ ഈസ് her lover. റോഹൻ എന്ന് പറഞ്ഞ ആള് അല്ലേ? റോഹൻ ഈസ് ആകുന്നു ഈസ് her എന്ന് പറഞ്ഞാൽ എന്താ? അവളുടെ. ഷീ എന്ന് പറഞ്ഞാൽ അവളിനാണ്. ഹെർ എന്ന് പറഞ്ഞാല് അവളുടെ. റോഹൻ അവളുടെ ലവർ ആകുന്നു. ഇതെന്താ? സീമ എന്ന് പറഞ്ഞ ലേഡി ഈസ് ഹിസ് എന്ന് പറഞ്ഞതാ അവന്റെ. സീമ അവന്റെ ലവറാണ്. സീമ ആ ഓക്കെ. ഷീ ഈസ് their lover. അവൾ ആരുടെ ലവറാണ്? അവരുടെ. അവർ എന്നുള്ളതിന് നമ്മൾ പറഞ്ഞു ദേ ആണ് അല്ലേ? അവരുടെ എന്നാണെങ്കില് അവരുടെ. ഷീ ഈസ് their lover. അതുപോലെ തന്നെ ഹി വേണേ പറയത്തില്ലേ? ഈസ് their lover. ഇവിടെ എല്ലാം നോക്കേ. there നോക്കേ. ഇതിൽ ആദ്യത്തെ നോക്ക്. യു, ഐ, ഷീ, ഹി, റോഹൻ, സീമ, ഷീ, ഹി അല്ലേ? ഇതെല്ലാം എന്താണ്? എന്താണ്? ഇതെല്ലാം നമുക്ക് വേണേ എന്ത് പറയാം? സബ്ജക്റ്റ് ആയിട്ട് പറയാം അല്ലേ? ശരിയല്ലേ? സബ്ജക്റ്റ് ആണ്. ഓക്കെ. ഇവിടെ നോക്കൂ. യു ആർ മൈ ലവർ. ഐ എന്നുള്ളതിന് നമ്മൾ ഐന്റെ ഒരു രൂപമായ മൈ ഉപയോഗിച്ചു. എന്റെ. ഐ എന്ന് പറഞ്ഞാൽ ഞാനേ ഉള്ളൂ. പക്ഷെ എന്റെ എന്ന് പറയണമെങ്കിൽ ഐ പറയുവോ? മീ എന്ന് പറയുവോ? എന്തെന്ന് പറയണം? യു ആർ മൈ അല്ലേ? യു ആർ മൈ ലവർ. അതുപോലെ നിന്റെ എന്ന് പറയണെങ്കിലോ? ഐ ആം യുവർ. യു എന്ന് പറഞ്ഞാൽ മതിയോ? നിന്റെ എന്ന് പറയണെങ്കില് ഇല്ല നിങ്ങളുടെ എന്ന് പറയണെങ്കില് യുവർ. യു എന്നുള്ളതിന്റെ മറ്റൊരു രൂപമായ യുവർ നമ്മൾ ഉപയോഗിച്ചു. ഓക്കെ. ഷീ ഈസ് ഹിസ് ലവർ. അവന്റെ. അവൻ എന്നുള്ളതിന്റെ മറ്റൊരു രൂപം. അവൻ എന്ന് പറഞ്ഞാൽ പറ്റുമോ? അവന്റെ എന്ന് പറയണെങ്കില് ഹി എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അവന്റെ എന്നുള്ളതിന് നമ്മൾ ഏതാ ഉപയോഗിച്ചേ? ഹിസ്. ഹി എന്നാണോ? ഹിസ് ഉപയോഗിച്ചു. അവന്റെ. ഷീ ഈസ് her lover. അവൻ ആരുടെ ലവറാണ്? അവളുടെ എന്ന് പറയണെങ്കില് her അല്ലേ? ഓക്കെ. റോഹൻ ഈസ് her lover. റോഹൻ എന്ന് പറഞ്ഞാല് അവളുടെ ലവറാണ് അല്ലേ? അതുപോലെ സീമ ഈസ് ഹിസ് ലവർ. സീമ ഈസ് ഹിസ് ലവർ. അവന്റെ.
ഷീ ഈസ് their lover. അവള് അവരുടെ ലവറാണ്. ഹി ഈസ് their lover. their എന്ന് പറഞ്ഞാല് they എന്ന് പറഞ്ഞാൽ അവരാണ്, അവരുടെ എന്ന് പറയണെങ്കിൽ they. ഓക്കെ, അത് മനസ്സിലായോ? അപ്പോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തോ, ചെന്ന് എഴുതാൻ പറയാം. അപ്പൊ നമ്മളിപ്പോ ഇന്ന് പറഞ്ഞത് ചെറിയ കാര്യമാണ്. നോക്ക്, ഐ എന്നുള്ളത് നമ്മൾ ആദ്യം പഠിച്ചു. ഐ ലവ് യു അല്ലേ, ഐ പഠിച്ചു അല്ലേ, ഞാൻ ഐ ഞാൻ. എനിക്ക് എന്നുള്ളതിനെ ഗിവ് മീ, മീ എനിക്ക്. എന്റെ എന്നുള്ളതിനെ മൈ. അപ്പൊ ഐ എന്ന് പറഞ്ഞാല് ഞാൻ, മീ എന്ന് പറഞ്ഞാല് മീന്റെ അർത്ഥം മീ, ഗിവ് മീ എനിക്ക്, എനിക്ക്. മീ എന്ന് പറഞ്ഞാല് എനിക്ക്, മൈ എന്ന് പറഞ്ഞാല് എന്റെ. അപ്പൊ അതിന്റെ രൂപങ്ങൾ പഠിച്ചോ. ഐ എന്ന് പറഞ്ഞാല് ഞാൻ, ഗിവ് മീ, പ്ലീസ് ഗിവ് മീ. മീ എന്ന് പറഞ്ഞാല് എനിക്ക്, മൈ എന്ന് പറഞ്ഞാല് എന്റെ. ദിസ് ഈസ് മൈ ഹൗസ്, ദിസ് ഈസ് മൈ ഹാർ, ദിസ് ഇസ് മൈ കാർ, ദിസ് ഇസ് മൈ ബൈക്ക്. മൈ 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 എന്ന് പറഞ്ഞാല് എന്റെ. ദിസ് മൈ ബുക്ക്, ദിസ് മൈ പെൻ അല്ലേ. ഓക്കെ, മൈ 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 എന്ന് പറഞ്ഞാല് എന്താ, എന്റെ. Give me a glass of water. Give me your book. അല്ലേ. മീ എന്ന് പറഞ്ഞാല് എനിക്ക്. ഐ ഞാന്, നോക്ക്, ഐ ഞാന്. മീ എന്ന് പറഞ്ഞാല് എനിക്ക്, മൈ എന്ന് പറഞ്ഞാല് എന്റെ. അപ്പൊ ഐ ലവ് യു ഐ നമ്മൾ പഠിച്ചല്ലോ. ഐ പഠിച്ചു, ഐന്റെ മറ്റൊരു രൂപമായ മീ പഠിച്ചു. മൈ എന്ന് പറഞ്ഞാല് എന്റെ. മൈ ഹൗസ്, മൈ കാർ, മൈ ബൈക്ക്, മൈ ബുക്ക്, മൈ ബാഗ്, മൈ 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 പഠിച്ചില്ലേ? ഇനി അടുത്തത് എനിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. വി എന്റെ കൂട്ടത്തിൽ ഒരാളും കൂടെ വന്നപ്പോ ഇല്ല, എന്റെ കൂട്ടത്തിൽ കുറച്ച് പേരും കൂടെ വന്നപ്പോ എന്താ പറയുന്നേ, വി ഞങ്ങൾ. വി ഞങ്ങൾ. വിന്റെ മറ്റൊരു രൂപമാണ് അസ്. അസ് എന്ന് പറഞ്ഞാല് ഗിവ് അസ്, ഞങ്ങൾക്ക് തരും, ഞങ്ങൾക്ക്, ഞങ്ങൾക്ക്. അസ്, അസ് എന്ന് പറഞ്ഞാല് വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്, ഞങ്ങൾക്ക്. ദിസ് ഈസ് അവർ ഹൗസ്, അവർ ഞങ്ങളുടെ. അർത്ഥം മാറിയതുണ്ടോ? അവർ എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ. ദിസ് അവർ ഹോം അല്ലേ. ദിസ് അവർ കാർ, ഞങ്ങളുടെ കാറാണ്. ദിസ് അവർ സ്കൂൾ, നിങ്ങൾ എപ്പോഴും സ്കൂളിനെ പറ്റി പറയില്ലേ. ദിസ് അവർ ടൗൺ, ദിസ് അവർ വില്ലേജ്, ദിസ് അവർ പഞ്ചായത്ത്. ഓക്കെ, അവർ പഠിച്ചില്ലേ? ഏതിന്റെ രൂപമാണ്? വി. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. ഞങ്ങൾ എന്നുള്ളത് അസ് ആകുമ്പോൾ ഗിവ് അസ്, ഞങ്ങൾക്ക് തരൂ. ഗിവ് അസ്, അസ് എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക്, അവർ എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ. ഒന്നാമത്തെ ഭാഗം പഠിച്ചോ. ഒന്നാമത്തെ ആദ്യത്തത് ഐ ലവ് യു ഐ. ഐ എന്ന് പറഞ്ഞാല് ഞാൻ. അതിന് മറ്റൊരു രൂപമാണ് മീ. മീ എന്ന് പറഞ്ഞാല് എനിക്ക്, എനിക്ക്. ഗിവ് മീ, ഗിവ് മീ. മൈ എന്ന് പറഞ്ഞാല് എന്റെ. മൈ, മൈ കാർ, മൈ ബുക്ക് പറഞ്ഞില്ലേ. പിന്നെ അതുപോലെ തന്നെ എന്റെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഇല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ വരുമ്പോ ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്നതാണ് വി. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ. അസ് എന്ന് പറഞ്ഞാല് അസ് എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക്. അവർ എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ. ഞങ്ങളുടെ എന്തെങ്കിലും സാധനത്തെ പറ്റി പറയാണ് അവർ. അതുപോലെ ഇവിടെ നോക്കൂ, യു. യു എന്ന് പറഞ്ഞാൽ എന്താ? യു. ഇപ്പൊ നിനക്ക് തരിക, അതും യു തന്നെ പറയും, നിനക്ക് അല്ലെ. പക്ഷെ നിന്റേത് എന്ന് പറയണെങ്കിൽ യു എന്ന് പറഞ്ഞാൽ പോരാ, യുവർ. ഓക്കെ, നിന്റേന്ന് പറഞ്ഞാൽ യുവർ. ആദ്യത്തെ ഒന്നാമത്തെ പഠിച്ചു, ഒന്നാമത്തെ പേഴ്സൺ പഠിച്ചു. രണ്ടാമത്തെ പേഴ്സന്റെ വിവിധ രൂപങ്ങൾ നമ്മള് പഠിക്കുന്നു. യു നീ, നിനക്ക്. യു നിന്റേതെന്ന് പറയാനും, നിന്റെ എന്ന് പറയണെങ്കില്, നിന്റെ എന്ന് പറയണെങ്കിലും എന്താണ് ഉപയോഗിക്കുന്നത്? യുവർ. ഇനി അടുത്തത് മൂന്നാമത്തെ പേഴ്സൺ. നമ്മൾ 1, 2, 3 പേഴ്സൺ പഠിച്ചില്ലേ? മറന്നുപോയില്ലല്ലോ. അടുത്തത് അവൻ എന്നുള്ളത്. അവൻ എന്നുള്ളത് ഹി അല്ലെ. ഹി, അവൻ, അവൻ, അവൻ എന്ന് പറയണേ ഹി എന്നല്ലേ പറയുന്നേ. ഹിം എന്ന് പറയുമ്പോഴോ ഈ ഹിം, അവന് കൊടുക്കും, അവന് അല്ലെ. ഹിം എന്ന് പറഞ്ഞാല് അവന്. അവന്റെ എന്ന് പറയണെങ്കിലോ that is his car, that is his house. His എന്ന് പറഞ്ഞാല്
അവന്റെ അല്ലേ, അവന്റെ. അതുപോലെ അടുത്തതാണ് അവൾ. അവൾ എന്നുള്ളതിന് ഷീ അല്ലേ, ഷീ. അവൾക്ക് എന്ന് പറയണെങ്കിലോ ഹെർ, ഗീവ് ഹെർ. ഇനി അവളുടെ എന്ന് പറയണെങ്കിൽ അതും ഹെർ, ഷീ ഹെർ ഹെർ അല്ലേ. ഇനി നോക്ക്, അവർ എന്ന് പറയാന്, അവർ എന്ന് പറയുന്നതിന് ദേ അല്ലേ, ദേ. അടുത്തത് അവർക്ക്, ഗിവ് ദം, അവർക്ക് കൊടുക്ക്, ഗിവ് ദം. അവരുടെ എന്ന് പറയണെങ്കിൽ ഈ 3 രൂപങ്ങളെ ഓർത്ത് വെക്കുക. ഒന്നാമത്തെ പേഴ്സണില് ഐ, മീ, മൈ. വി, us, our. You, your. He, him, his. She, her, her. They, them, their. ഓക്കെ, ഇതുപോലെ. ഇത് മനസ്സിലായില്ലേ?